ബിടെക് പാസ്സായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ 2017 വിഷമം തോന്നിയ എക്സാം എന്ന് പറയുന്നത് പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ എക്സാം ആയിരുന്നു, ലെക്ചറിന്റെ. നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നിനെ ത്യാഗം ചെയ്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ട്. ഫസീല മിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേരന്റിനെ പോലെ തന്നെ നന്നായിട്ട് മെന്റർ ചെയ്യുന്ന, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഏണസ്റ്റിന്ന് കിട്ടിയത് ഫസീല മിസ് വഴിയാണ്. ഗൈഡ് ക്വസ്റ്റ്യൻ എടുക്കാതെ അതിൽ നിന്ന് ഒരു 5 PSC ക്വസ്റ്റ്യന്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു തന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ആ ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിനെ തീരുമാനിക്കുന്ന കാര്യം. ഏണസ്റ്റിന്റെ വീഡിയോസിൽ ഇതുപോലെ സംഗീത് സാറിന്റെ ഹരി സാറിന്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് കോളേജുകളിലേക്ക് നടന്ന ലെക്ചർ ഇൻ IT എന്ന എക്സാമിനേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ സംഗീത മിസ് ആണ് ഇന്ന് മിസ്സിന്റെ അനുഭവം ഷെയർ ചെയ്യാനായി എത്തിയിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾ കേരള ലെവലിൽ ആകെ മൊത്തം 4871 ഉദ്യോഗാർത്ഥികൾ എഴുതിയ ഈ എക്സാമിനേഷനിലാണ് മേഡത്തിന് 2ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. മേഡത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം മേഡത്തിന്റെ അനുഭവങ്ങളും നമുക്ക് കേൾക്കാം. സ്വാഗതം മേഡം. താങ്ക് യു സർ. സംഗീത മിസ്, സംസ്ഥാന തലത്തിൽ നടന്ന ഈ ഒരു പരീക്ഷയിൽ 2ാം റാങ്ക് നേടുക എന്ന് പറയുന്നൊരു വളരെ വലിയ നേട്ടമാണ്. ഈ ഒരു നേട്ടം നേടിയ മേഡത്തെ സംബന്ധിച്ചിടത്തോളം മേഡത്തെ പറ്റി അറിയാൻ ഞങ്ങൾക്ക് എല്ലാം ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം മേഡത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ മേഡത്തിന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒപ്പം തന്നെ കാണുന്നവർക്കും അതൊരു വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ സംഗീത. ഞാൻ ബിടെക് പാസ്സായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ 2017 അതിനുശേഷം എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്നാണ് പാസ്സായത്. ശേഷം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അധ്യാപികയാവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഗസ്റ്റായിട്ട് മോഡൽ പോളിടെക്നിക് പൈനാവിൽ കയറി. കൊറോണ കാലത്തിന് ശേഷം പിന്നെ നാട്ടില് അപ്ലൈഡ് സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്, അതും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിരുന്നു, അങ്ങനെ കയറി. അതിന്റെ കൂടെ തന്നെ വിവാഹവും കുഞ്ഞും ഒക്കെ നടന്നു. പിന്നീട് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ബ്രേക്കുകളൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് അധ്യാപനം ഒരു മുഖ്യ മേഖലയായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു, ആ ഒരു മേഖലയിൽ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മേഡം ഒരു PSCയിലേക്ക് എത്തിയത്? PSC കുറിച്ച് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ PSC തരുന്ന, ഗവൺമെന്റ് ജോബ് തരുന്ന ഒരു സെക്യൂരിറ്റിയാണ് അതിലേക്ക് എല്ലാവരെയും പോലെ എന്നെ ആകർഷിച്ചത്. പിന്നെ ജനറൽ PSC കൂടുതൽ എനിക്ക് ശരിയാകാതെ, അതോ താല്പര്യക്കുറവാണോ എന്നറിയില്ല, ടെക്നിക്കലിന് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അത് കൂടുതൽ ട്രൈ ചെയ്തു. മേഡം പറഞ്ഞു PSCയിലെ ജോബ് സെക്യൂരിറ്റിയാണ് മേഡത്തെ അതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ മേഡം എഴുതുന്ന ആദ്യത്തെ PSC എക്സാം ആണോ ഇത്? അല്ലല്ല, ആദ്യത്തെ എക്സാം അല്ല ഇത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSC എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. PSC രജിസ്റ്റർ ചെയ്ത് LD ക്ലർക്ക്, അല്ലാതെ ജനറൽ PSC, പിന്നെ ടെക്നിക്കൽ എക്സാമുകളും ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എല്ലാവരെയും പോലെ ഞാൻ എക്സാം എഴുതിയിരുന്നു. അതൊന്നും അത്ര സീരിയസ് ആയിട്ടായിരുന്നില്ല അന്ന് അപ്രോച്ച് ചെയ്തത്. പിന്നീട് കുറെ അധികം ടെക്നിക്കൽ എക്സാമുകൾ വന്ന വർഷമായിരുന്നു കഴിഞ്ഞ 2-3 വർഷം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിന്. അതിലെ ആദ്യത്തെ ഞാൻ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയ ഒരു എക്സാം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ IT ആയിരുന്നു. അത് രണ്ടും കഴിഞ്ഞു. അതിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ടൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. കാരണം അനേകം ആൾക്കാർ ഇതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരു വിഷമം തോന്നിയ എക്സാം എന്ന് പറയുന്നത് പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ എക്സാം ആയിരുന്നു, ലെക്ചറിന്റെ. അതിനകത്ത് വളരെ കുറച്ച് മാർക്കിലായിരുന്നു എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ കയറി പറ്റാതെ വന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു കാര്യം. അതിന് ശേഷം വന്ന ടെക്നിക്കൽ എക്സാമുകളാണ്, അതിനുശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടെക്നിക്കൽ എക്സാം എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഓക്കെ, അതായത് PSC പരീക്ഷ ഒരു നീണ്ട യാത്രയിലൂടെ തന്നെ നേടിയെടുത്ത് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതായത് പരാജയപ്പെട്ട പരീക്ഷകളിൽ നിന്ന് വിജയിച്ച് 2ാം റാങ്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ നിന്ന് രണ്ടാമത്തെ വിജയിച്ച ഈ റാങ്ക് നേടിയ പരീക്ഷയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പഠന രീതിയിൽ വരുത്തിയിരുന്ന മാറ്റം? പ്രധാനമായിട്ടും നമ്മൾ സമയം കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ PSCക്ക്, അതെല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അത് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് എന്താണോ ആവശ്യം
എന്ത് പരീക്ഷയ്ക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ആ ട്രാക്കിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പോൾ ഈ പോളി CS-ൻ്റെ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചാൽ ചിലപ്പോൾ എനിക്ക് കറക്റ്റ് കംപ്ലീറ്റ് ടൈമിൽ അത് ചെയ്തു തീർക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. തന്നെയല്ല, ഒരു പ്രോപ്പർ ഗൈഡും കൂടി ഉണ്ടാകണമെന്നും തോന്നി. അപ്പോൾ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് ചെയ്യാം, കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെന്റ് നടത്തിയതിന് ശേഷം കിട്ടുമോ എന്ന് ട്രൈ എങ്കിലും ചെയ്തതിന് ശേഷം നമുക്കത് തുടരാമെന്ന് ഞാൻ കരുതിയിട്ട് എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഞാൻ ടെമ്പററി ആയിട്ട് നിർത്തി. അതിനുശേഷം തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡ് വേണം. ഇതുവരെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നോക്കുമ്പോൾ അതില്ലാത്തതിൻ്റെ കുറവുകൊണ്ടാണ് പ്രീവിയസ് എക്സാംസ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ബോധ്യമായി. അതിനിടയ്ക്ക് APCS വേണ്ടിയിട്ട് ഞാൻ ബിഗ് ലേണിങ്ങിൻ്റെ ആപ്പ് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തിരുന്നു. അവരുടെ അതിലെ വീഡിയോസും ഫാക്കൽറ്റീസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ വളരെ നന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ റെഫറൻസ് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് വരുന്ന എക്സാമിനെല്ലാം അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഏണസ്റ്റിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ സിലബസ് കവർ ചെയ്യുക, മെൻറ്റർ സപ്പോർട്ട് തരിക, ഫാക്കൽറ്റീസ് ആയാലും വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അവരുടെ ഒരു ഹെൽപ്പോട് കൂടി മുന്നോട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. പിന്നെ കുറേ ടെസ്റ്റ് സീരീസുകളൊക്കെ തന്നു, അത് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പാർട്ട് ഏണസ്റ്റ് അക്കാഡമി തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു കൃത്യമായൊരു ഒബ്സർവേഷൻ തന്നെയാണ് മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പം ഓക്കെ, മേഡത്തിന്റെ ഒരു വേ ഓഫ് സ്ട്രാറ്റജി പറഞ്ഞു. പക്ഷേ നമുക്കറിയാം ഏതൊരു മത്സര പരീക്ഷയാണെങ്കിലും അതൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേഡത്തിന് പഠിക്കാൻ സമയം വേണ്ടതുകൊണ്ട് ജോലിയും രാജിവെക്കേണ്ടി വന്നു. പക്ഷേ മേഡം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് മേഡം ഒരു കുടുംബിനിയാണ് എന്നാണ്. അപ്പൊ കുടുംബിനിക്ക് ഉണ്ടാകുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്തരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ മേഡം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആകെ മൊത്തത്തിൽ എക്സാമിനേഷനിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും ഫേസ് ചെയ്യുന്ന പോലെയുള്ള ചില കടമ്പകൾ മേഡത്തിന് മുമ്പിലുണ്ടായിരുന്നു. മേഡം ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്തായിരുന്നു ഈ എക്സാമിനേഷനിൽ? ചലഞ്ച് നമുക്ക് പ്രാക്ടീസിന്റെ കുറവുകൊണ്ടാണ്. അതായത് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഓരോ പോർഷൻസിനും ഇപ്പൊ സിലബസ് ഓറിയന്റഡ് സിലബസ് എല്ലാം പഠിച്ചിരുന്നു കരുതിയിട്ട് ചിലപ്പം പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. എൻ്റെ ഒരു രീതിയാണ്. വേറെവർക്കും ഓരോ അപ്രോച്ച് ആയിരിക്കും. നമ്മൾ വേണ്ടത്ര സമയം എനിക്ക് മാറ്റി വെക്കേണ്ടിയിരുന്നു. അതിനാണ് ഞാൻ ഇതുപോലെ തുടർന്നുകൊണ്ടിരുന്ന ജോലി നമ്മൾ നിർത്തിയിട്ട് വീട്ടിൽ സമയം കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ അപ്പോഴും എനിക്കൊരു മോനുണ്ട്. അവന് സ്കൂളിലൊന്നും വളരെ ചെറിയ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. പിന്നീട് രാത്രിയും കുറേയേറെ സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. കാരണം കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവനെ കൂടെ നിർത്തി വേണം ചെയ്യാൻ. പിന്നീട് അവൻ അതിനോടങ്ങ് പൊരുത്തപ്പെട്ടു. അപ്പം അവൻ അമ്മ പഠിക്കുക, അമ്മ ഓക്കെ, അമ്മ പഠിച്ചോട്ടെ, ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് കൊണ്ടാണ് അവനിൽ നിന്നും എനിക്ക് ആ അനുകൂലമായ കാര്യം സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പം പിന്നീട് ലാസ്റ്റ് ടൈമൊക്കെ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പം പിന്നെ അനാവശ്യമായെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന ചില കല്യാണങ്ങൾ, ബന്ധു വീട് സന്ദർശനം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് പോകാത്തതെന്താ, വരാത്തതെന്താ, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനെ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അത്രത്തോളം ഇമോഷണലി അതിനെ എടുക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ സമയം കണ്ടെത്തി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, മാഡത്തിന്റെ ഒരു കൃത്യമായൊരു വ്യൂ നമുക്ക് കിട്ടി. അപ്പം ഇനിയും അറിയേണ്ടത് ഏതൊരു ഉദ്യോഗാർത്ഥി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാഡത്തിന്റെ മോട്ടിവേഷൻ. തുടക്കത്തിലൊരു മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് ആ ഒരു മോട്ടിവേഷൻ എക്സാമിനേഷന്റെ ആ ഒരു എൻഡ് ഡേ വരെ കൊണ്ടുപോകാൻ മാഡത്തിന് പറ്റിയത് എങ്ങനെയാണ്? അതായത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെല്ലാവർക്കും, നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും ചില മൂമെന്റുകളിൽ തോന്നാറുണ്ട്, എനിക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. അതിൻ്റെ പഠിക്കാറുമുണ്ട്. ഒരു 3-4 ദിവസം വരെ അത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ ഗ്രാഫ് താഴോട്ട് എത്തി അത് ഡിമിനിഷിങ് ലെവലിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഒരു സക്സസറിന്റെ ഏത് സ്റ്റോറി നോക്കിയാലും ഈ തുടങ്ങുന്ന ആ ഒരു
ഇമോഷൻ അത് എൻഡ് വരെ പോകുന്നൊരു പ്രവണതയുണ്ട്. എങ്കിൽ മാത്രമേ സക്സസ് ഉള്ളൂ. മേഡത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് അവസാനം വരെ എക്സാം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്? നമ്മളിപ്പം നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നിനെ ത്യാഗം ചെയ്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അത്രയും ഒരു കാര്യം നമ്മൾ മാറ്റി വെച്ചിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് മെന്റലി തോന്നും. പിന്നെ എല്ലാവരും പറയുന്ന കൂട്ട് ജനുവരി 1 പുസ്തകം എടുക്കുന്നു, 10 ദിവസം പഠിക്കുന്നു, അങ്ങനെ മാറ്റി വെക്കുന്ന സ്വഭാവം പണ്ട് എനിക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ജനുവനായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല, അയ്യോ പഠിച്ചേക്കാം. അല്ലെ ഒരു ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ പോകുമ്പോൾ വിചാരിക്കാം 2 മണിക്കൂർ എനിക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ സിനിമ കാണുന്നതിന് ഇതിൽ എനിക്കൊരു 20 ക്വസ്റ്റ്യനോ 10 ക്വസ്റ്റ്യനോ പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഉള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ നമ്മളോട് സ്ഥിരം പറയാണ് നീ പഠിക്ക് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പഠിക്കാൻ നമുക്ക് എന്താ ഒരു പഠിക്കാൻ അവർ പറയുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ ഏണസ്റ്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞങ്ങളുടെ മെന്റർ ഫസീല മിസ്. അപ്പൊ ടീച്ചർ എപ്പോഴും ഇതുപോലെ പറയും, നിങ്ങൾ വെറുതെ ഉറങ്ങുകയും TV കാണുകയൊക്കെ ഇരുന്ന സമയത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ജോലിയല്ലേ കിട്ടുക, അതിനെപ്പറ്റി എന്താ നിങ്ങൾ ആലോചിക്കാത്തത്, ഇപ്പൊ ഇരുന്ന് സമയം കളയുന്നത് ഓർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ദുഃഖം വരും എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ, അതായത് ഡെയിലി കോഡ്സ് ഇടുമായിരുന്നു. ഇങ്ങനെ ഡെയിലി കോഡ്സ്, വീക്കെൻഡ് കോഡ്സ് ഒക്കെ ഇടും. അതിൻ്റെ കൂടെ ടീച്ചർ നന്നായിട്ട് വഴക്ക് പറയും. മാർക്ക് കുറയുമ്പോൾ, എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ ടീച്ചർ നന്നായിട്ട് മാർക്ക് പറയും. ഫസീല മിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളൊരു പേരന്റിനെ പോലെ തന്നെ നന്നായിട്ട് മെന്റർ ചെയ്യുന്ന, എല്ലാ ക്വസ്റ്റ്യനും ഫാക്കൽറ്റിയുമായിട്ടുള്ള കണക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാനെ കൊണ്ട് ടീച്ചർ നന്നായിട്ട് മെനക്കിടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഏണസ്റ്റിന്ന് കിട്ടിയത് ഫസീല മിസ് വഴിയാണ്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ എന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നാൽ ഒരു 10 ദിവസം, ഒരു 15 ദിവസം ഒക്കെ ആവുമ്പോൾ നമ്മൾ ഡെയിലി അതിനോടങ്ങ് യൂസ്ഡ് ആവും. പിന്നെ ലാസ്റ്റിൽ നമ്മുടെ എക്സാം എടുക്കുന്ന സമയത്ത് ഇത് കീപ്പ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യണം. അപ്പം റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അനാവശ്യമായി നമ്മൾ യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് എങ്കിലേ പറ്റത്തുള്ളൂ. അതൊക്കെ ഒഴിവാക്കണം. എക്സാമിന് ഇത്ര ദിവസമേ ഉള്ളൂ, ഇനി ഇത്ര ദിവസം കൂടിയേ ഉള്ളൂ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ മെന്റർ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അത് തന്നെ എനിക്ക് കിട്ടിയത് ഏണസ്റ്റിന്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ആ റിസൾട്ടുകൾ വരും. പുതിയൊരു കോഴ്സ് ഇപ്പം ഒരു ലിസ്റ്റ് വന്നു, അതിന് കുറച്ച് റാങ്ക് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പറ്റുമല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യമാവും. നിരന്തരം ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും അതിലേക്ക് ആഴത്തിൽ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ തോന്നുമ്പോഴും ഉറപ്പായിട്ടും ആ കൺസിസ്റ്റൻസി തനിയെ വന്നോളൂ. പ്രധാനമായിട്ട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സിലബസിലെ വ്യത്യസ്ത വിഷയങ്ങൾ എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് മേഡം പഠിച്ചത്? അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സിലബസ് നമ്മുടെ ഒരു പ്രിന്റ് എടുത്തിട്ട് അതിന് ഞാൻ തന്നെ ഒരു ടൈം ടഫ് സബ്ജക്റ്റുകൾക്ക് ഇപ്പോൾ ഒരു 5-6 ദിവസം കൂടുതൽ കൊടുക്കും. അതായത് ഏതൊക്കെയാണോ നമ്മുടെ ടഫായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് ഡേയ്സ് സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് കണ്ട് ഞാൻ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തു. ആ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എഴുതിയ നോട്ടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതിനനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം ചില കാര്യങ്ങൾ മറന്നു പോകും. അതായത് എന്തെങ്കിലും പഠിക്കുമ്പോൾ നമുക്കറിയാലോ പെട്ടെന്ന് മറന്നു പോകുന്ന പോർഷൻസ് ഏതാ, പെട്ടെന്ന് ഓർക്കുന്നത് ഏതാ എന്നൊക്കെയുള്ള ഓൾറെഡി അറിയാം, നമ്മളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കേണ്ട പോർഷൻസ് ഒന്നുകിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വ്യക്തിയിലും നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എഴുതി ഒട്ടിച്ചു വെക്കും. കുഞ്ഞുങ്ങളിങ്ങനെ കുത്തി വരച്ച് വെക്കുന്ന മാതിരി ചിലപ്പം ഇങ്ങനെ ചെറിയ ചെറിയ തുണ്ട് പേപ്പറുകളൊക്കെ എഴുതി ഒട്ടിക്കാനും ബുക്സിൻ്റെ മണ്ടയിൽ എഴുതി ഒട്ടിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പിൻ ഡയഗ്രാം, മൈക്രോ പ്രോസസർ എടുക്കുകയാണെങ്കിൽ ഒരു പിൻ ഡയഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഇരിക്കുന്നതിൻ്റെ പഠിക്കാനോ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു വോളിൽ പിൻ ഡയഗ്രാം നല്ല വലിയ രീതിയിൽ എഴുതി വരച്ച് ഒട്ടിച്ചു വെച്ചു, കളറൊക്കെ ചെയ്ത് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ. അതുപോലെ എനിക്ക് വലിയ ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു
പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിന് ആൻസർ വളരെ ചെറുതായിരിക്കും. അതായത് വായിച്ച് നോക്കാൻ ഭയങ്കര എസ്സേ പോലെ ആണെങ്കിലും ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിനോട് വലിയ താല്പര്യം, മനസ്സുകൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിനോട് വലിയ താല്പര്യക്കുറവായിരുന്നു. പക്ഷേ ഏറിയ പങ്കും ചോദ്യം ചോദിക്കുന്നത് TBMS പോലുള്ള സബ്ജക്റ്റിൽ നിന്നു. അന്നേരമാണ് ഈ ഏണസ്റ്റിൻ്റെ വീഡിയോസിൽ ഇതുപോലെ സംഗീത് സാറിൻ്റെ ഹരി സാറിൻ്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെയുള്ളപ്പം വലിയ വലിയ ഗേറ്റ് ക്വസ്റ്റ്യൻസിനെ പല പാർട്ടുകളായിട്ട് മാറ്റിയിട്ട് അതിൽ നിന്നും ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ എടുക്കാതെ അതിൽ നിന്നൊരു 5 PSC ക്വസ്റ്റ്യൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു തന്നത് ഇവിടുത്തെ ഫാക്കൽറ്റീസാണ്. അങ്ങനെ ആ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൽ നിന്ന് നമുക്കൊരു 20 ക്വസ്റ്റ്യൻ്റെ എഫക്റ്റ് കിട്ടും. ആ രീതിയിലാണ് ഞാനതിനെ എനിക്ക് ടഫായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഡീൽ ചെയ്തു പോയത്. ഓക്കെ, പഠന രീതിയും പഠന മാർഗങ്ങളും ഒക്കെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഏതൊരു ഉദ്യോഗാർത്ഥിയും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് പരീക്ഷ ഹാളിൽ ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയെ എങ്ങനെയാണ് ആ ഒരു എൻവയോൺമെന്റിൽ മാഡം എങ്ങനെ ഓവർകം ചെയ്തത്? നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ആ ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിനെ തീരുമാനിക്കുന്ന കാര്യം. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആ 1.5 മണിക്കൂറിനെ വളരെ കെയർലെസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പോയി അറിയാവുന്ന എഴുതി വെക്കാം, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നെങ്കിലും പിന്നീട് കറക്റ്റായിട്ട് നമ്മൾ ഓരോ മിനിറ്റിനും കൊടുക്കുന്ന വാല്യൂ മനസ്സിലായത് ഈ ആപ്പിലെ ടെസ്റ്റ് സീരീസുകൾ ചെയ്തു തുടങ്ങിയ പിന്നെയാണ്. ആ ടെസ്റ്റ് സീരീസുകൾ കറക്റ്റ് 20 മിനിറ്റിനുള്ളിൽ തീരും. അപ്പോൾ അതിനുള്ളിൽ അത് ചെയ്തു തീർക്കണം. അതിനുള്ളിൽ മാക്സിമം ശരി ഉത്തരങ്ങളായിരിക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ഇങ്ങനെ ഗ്രേഡുകൾ നമുക്ക് കാണിച്ചു തരും. എത്ര മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എത്ര എണ്ണം തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രേഡ് തരും. അതുപോലെ ഇതിൽ ഏറ്റവും എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ വീക്കിലും ഇടുന്ന ടെസ്റ്റിന് ഓരോ റിസൾട്ട് ഇടും. ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പം ഞാനിങ്ങനെ എല്ലാ വീക്കിലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ ടെസ്റ്റ് ഇത്ര മിനിറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഒരു 2ാമത്തെ ദിവസം സാറ്റർഡേ ആണ് ടെസ്റ്റ് ഇടുന്നെങ്കിൽ സൺഡേയിൽ അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും ഒരിക്കലെങ്കിലും എൻ്റെ പേര് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആ ഗ്രൂപ്പിൽ, അതും വളരെ ചെറിയൊരു ഗ്രൂപ്പിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ചതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റാങ്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് പോയത്. പിന്നീടെന്ന് വെച്ചാൽ ഇനി നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കുറേയേറെ ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചുള്ള ടൈമും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം ഞാനാണെങ്കിൽ മിക്ക ക്വസ്റ്റ്യനും ആദ്യമേ എല്ലാം ഒരു തവണ അങ്ങ് വായിക്കുമായിരുന്നു. ആ വായിച്ച സമയം കളഞ്ഞത് വെറുതെ ആണെന്ന് പിന്നീട് മനസ്സിലായി. ആ വായിച്ച് കളയുന്നതിന് പകരം ആദ്യം നോക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്ന കറക്റ്റായിട്ട് ആൻസർ അറിയാവുന്നതിനെ ആദ്യം ചെയ്ത് പിന്നീട് ഒരു റൗണ്ട് കൂടി വന്ന് പിന്നെ മൈനസ് മാർക്ക് കുറയ്ക്കുക. മൈനസ് മാർക്കായിരുന്നു എൻ്റെ ഒരുപാട് ടെസ്റ്റുകളിൽ എന്നെ ഫെയിലാക്കിയത്. അതുകൊണ്ട് തന്നെ മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ടെസ്റ്റുകൾ ചെയ്യുകയാണ് ചെയ്തത്. അതായിരുന്നു എനിക്കൊരു ആ എക്സാം ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം. ഓക്കെ, അതായത് എക്സാം ഹാളിലെ ഈ ഒരു എൻവയോൺമെന്റ് ആണ് ഈ വലിയൊരു നേട്ടത്തിലേക്ക് മേഡത്തെ കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമായിരിക്കും, അതായത് മേഡത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ആദ്യഘട്ട പരീക്ഷകളിൽ ധാരാളം തെറ്റുകൾ വരുത്തി കാണുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വരാതെ മേഡം പോയത്. എന്തൊക്കെയാണ് മേഡത്തിൻ്റെതാണെന്ന് തോന്നിയ തെറ്റുകൾ, പഠനത്തിൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ വരുത്തിയ തെറ്റുകളെന്ന് മേഡത്തിന് തോന്നിയ എന്തൊക്കെയാണ്? ഇപ്പൊ തെറ്റ് എനിക്ക് ആകെ ഒരു കാര്യം വളരെ ബോധ്യപ്പെട്ടെന്ന് വെച്ചാൽ, ഇപ്പൊ സിലബസ് എടുക്കുന്നു, സിലബസിനകത്തെ കണ്ടന്റുകളെല്ലാം നമ്മൾ പഠിക്കും. കണ്ടന്റുകൾക്ക് പഠിക്കുന്നതിനും അതിന് സോഴ്സിനും നമുക്ക് പഞ്ഞം കാണത്തില്ല. എല്ലാം നമ്മൾ പഠിക്കും, ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഒരു പാരഗ്രാഫ് എടുത്ത് ചിലപ്പോൾ അങ്ങ് പഠിക്കും. പക്ഷേ ഈ ഒരു പാരഗ്രാഫിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു 10 ക്വസ്റ്റ്യനാണ് ശരിക്കും ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അത് ഞാൻ ചെയ്തിരുന്നില്ല. ഈ എക്സാം അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള കുറച്ച് എക്സാമുകൾക്ക് മുതലാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പാരഗ്രാഫ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1/2 മണിക്കൂറാണ് ഒരു കണ്ടന്റ് പഠിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വരാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആദ്യം പഠിക്കേണ്ടത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ
മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വരും. പിന്നെ അതിൻ്റെ ആൻസറും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പ്രോബ്ലം ആണെങ്കിൽ ഒരേ ടൈപ്പിൽ പ്രോബ്ലം ഡിഫറെൻറ്റ് വാല്യൂസിലായിരിക്കും ചോദിക്കുക. ഇപ്പം മാത്സ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പം ആ പ്രോബ്ലംസ് വരുന്നതിനിടയ്ക്ക് ചോദിക്കുക, അല്ലാതെ ഒരു കാര്യം കണ്ടുപിടിച്ചതിൻ്റെ പ്രൂഫിനെ കുറിച്ച് മാത്രം നോക്കിയിട്ട് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ PSC പോലുള്ളതിന് ഒരിക്കലും ഒരു കാര്യമല്ല. അതാണ് ഞാൻ വരുത്തിക്കൊണ്ടിരുന്ന തെറ്റും ഞാൻ റിയലൈസ് ചെയ്തത്. അതായത് മിസ്സിനെ സംബന്ധിച്ചിടത്തോളം വീക്കിലി എക്സാമിനേഷന് വരെ 1ാം റാങ്ക് കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, സംസ്ഥാന തലത്തിൽ 2ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു മേഡത്തിന്? വളരെ സന്തോഷമാണ് റിസൾട്ട് അറിഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോപ്പ്, പക്ഷേ എന്നാലും 2nd റാങ്കിലേക്ക് എത്തുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിനുള്ള എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ ഫാമിലിക്കും പിന്നെ ഈശ്വരനും പിന്നെ ഏണസ്റ്റ് അക്കാഡമിക്കും എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള നന്ദിയെ പറയാം. മേഡത്തിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും മേഡത്തിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, അവർക്കായിട്ട് എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടാകുമോ എന്ന്. അപ്പോൾ ഒരു 2ാം റാങ്ക് നേടിയ ഒരു നേട്ടത്തിൽ നിന്നുകൊണ്ട് അവരോടായിട്ട് മേഡത്തിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഏതൊരു എക്സാം പ്രിപ്പറേഷനും നമ്മുടെ മനസ്സിലൊരു ഗോള് കാണും. ആ ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, അതായത് നമ്മുടെ എയിം സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ആദ്യം ചെയ്തു വെച്ചത്. പിന്നെ അതിനായിട്ട് നമുക്ക് കുറച്ച് ടൈം, അതിന് വേണ്ട പ്രിപ്പറേഷന് വേണ്ട ഫാക്ടേഴ്സ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അത് ഒഴിവാക്കുക. അതായത് ഇപ്പോൾ എല്ലാവരുടെയും സമയം കട്ടെടുക്കുന്ന ഒരാളാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ നോക്കി PDF വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ നോട്ട്സ് പ്രിന്റ് എടുക്കുമായിരുന്നു. ആ വഴി അതെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ആവശ്യത്തിനായിരിക്കത്തില്ല നമ്മളത് എടുക്കുന്നത്. അതിൽ നിന്നും നമുക്ക് 5 മിനിറ്റിന് വേണ്ടി എടുക്കുന്ന കാര്യം 1/2 മണിക്കൂർ സമയം നമ്മുടെ കളയും. അതുപോലെ ആ ഒരു അനാവശ്യം അത് ഒരു കാര്യമാണ്. അങ്ങനെ പല ഫാക്ടേഴ്സും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കാണും. അതിനെയൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ എന്ത് ചെയ്യും, ഒരു 50% നമുക്ക് നമ്മുടെ സമയം കിട്ടും. അപ്പം അതിൽ നിന്നുള്ള പ്രിപ്പറേഷനാണ് ബാക്കി നടത്തേണ്ടത്. അതിന് പ്രോപ്പർ ഗൈഡൻസും പിന്നെ നമ്മുടെ ഫുൾ മനസ്സ് അതിന് വേണ്ടിയിട്ട് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ. അല്ലാതെ കുറുക്ക് വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നതിൽ ഒരുപാട് കുറുക്ക് വഴികൾ കാണും, ട്രിക്കുകൾ കാണും, മാത്സ് പ്രോബ്ലം ചെയ്യുന്നതിന് കാണും, പിന്നെ ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഭിത്തിയിലൊക്കെ എഴുതി വെക്കുക. അതൊക്കെ ഓരോരുത്തരുടെ അപ്രോച്ച് ആയിരിക്കും. പല രീതിയിൽ അതിനെ മാറ്റാം. പക്ഷെ ഏറ്റവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണ്ടുന്ന സമയം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഒരു 90% നമുക്ക് നമ്മുടെ ഗോളിൽ എത്തിച്ചേരാൻ പറ്റും. വിജയം എന്നത് ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊരാൾക്കും കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിലും അതിനായി പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ കഴിയും എന്നത് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും കൃത്യമായ ലക്ഷ്യബോധവും ഒപ്പം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ സമയവുമുണ്ടെങ്കിൽ സർക്കാർ ജോലി എന്നത് അനായാസം നിങ്ങളുടെ കയ്യിൽ എത്തുന്ന ഒരു സംഗതി മാത്രമാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഫക്റ്റീവായ സമയവും ഒപ്പം തന്നെ ഡെഡിക്കേഷനും നൽകുക എന്നുള്ളത്. നിരവധി ടെക്നിക്കൽ കോമ്പറ്റീവ് എക്സാമിനേഷനുകളിൽ 1ാം റാങ്ക് സൃഷ്ടിച്ച ഏണസ്റ്റ് അക്കാഡമിക്ക് ഇനിയും ഇത്തരത്തിലുള്ള വിജയം നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം. ഗുഡ് ബൈ.